ഗർഭിണിയായിരിക്കെ തേങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിലെ കുഞ്ഞിന് നിറയെ മുടി വെക്കുന്നേ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല, ഏതായാലും കുഞ്ഞു വെളി വരുമ്പോൾ അറിയാം മുടി ഉണ്ടോ ഇല്ലയോ എന്ന്. ചിലുവിന്റെ സമയത്ത് അച്ചാച്ചൻ ഫ്രഷ് കോക്കനട്ട് വാട്ടർ ഒക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 9 മാസം കഴിഞ്ഞിട്ടാണ് അവക്കൊന്ന് കെട്ടിവെക്കാൻ വേണ്ടി മുടി ഉണ്ടായത്. ഇന്ന് രാവിലെ 7:30 ആയപ്പോഴത്തേനും കക്ഷി ഉറക്കം എണീറ്റിട്ടുണ്ട്. ബൈ ദ വേ ജിലു ഫുള്ളി പോട്ടി ട്രെയിൻഡ് ആയിട്ടോ. സോ ഞങ്ങൾ ഡൈപ്പർ മേടിച്ചിട്ട് 1 മാസത്തിൽ കൂടുതലാവുന്നു. അങ്ങനെ വലിയൊരു എക്സ്പെൻസ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് ഒഴിവായിരിക്കുകയാണ്. എന്നിട്ട് നേരെ പല്ലൊക്കെ തേച്ച് റെഡിയായി ഡേ കെയറിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഡയറ്റ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. കുറച്ച് നാളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 5 മാസത്തോളം ഇതുവരെ ഡയറ്റുകളൊന്നും കൃത്യമായി നോക്കുന്നില്ലായിരുന്നു. പക്ഷേ അതെന്റെ ബോഡിയിൽ അറിയാനുണ്ട്. ഞാൻ കുറച്ച് നന്നായിട്ട് വെയിറ്റ് വെക്കുന്നുണ്ട്. PCOD ഡയറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ PCOD ഡയറ്റ് ചെയ്യുന്നില്ലല്ലോ. ഏതായാലും ഇന്നത്തെ ദിവസം അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാന്ന് കരുതി. ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുള്ളത് പോലെ ഹൈ പ്രോട്ടീൻ, ലോ കാർബ്, ലോ ഷുഗർ ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ഈറ്റിംഗ് വിൻഡോ. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫുഡിംഗ് ടൈമാണ്. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തലേ ദിവസം നേരത്തെ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. ഒരു 6 മണിക്ക് മുമ്പേ എന്തായാലും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഒന്നും കഴിക്കാത്തതുകൊണ്ട് പിറ്റേ ദിവസം 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടാവും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ കഴിക്കാൻ പറ്റിയ ഒരു വിൻഡോയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു 2 എഗ് ആൻഡ് സ്മൂത്തി ആകുമ്പോൾ തന്നെ നല്ലപോലെ വയർ നിറയും. ഒരു ബനാന, ഒരു സ്കൂപ്പ് ഓർഗാനിക് പീനട്ട് ബട്ടർ, പിന്നെ ആൽമണ്ട് മിൽക്ക്. ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സ്മൂത്തി ഒരു ഉച്ച വരെ ഏതായാലും ഫുഡിന് ക്രേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ വേഗം പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഷീന്ന് മേടിച്ചാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോഡ് യൂസ് ചെയ്താൽ മതി. ഡയറക്റ്റ് സെയിം പ്രോഡക്റ്റ് കിട്ടും. ഇപ്പം ഇടയ്ക്ക് ഞാൻ അജാസിന്റെ ക്ലോത്തുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് വയറിന്റെ അടുത്ത് നല്ല പിടുത്തമുണ്ട്. കുറച്ച് മറ്റേണിറ്റി വെയർസ് മേടിക്കണം, അതിനുള്ള പ്ലാനിങ്ങിലാണ്. ഈ പ്രസവത്തിന് എനിക്കൊരു പ്രത്യേക അതിഥിനെ കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, ലോ പ്രഷറാണ്. കഴിഞ്ഞ തവണ ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു പ്രഷർ നല്ല കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലും സോൾട്ട് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഫ്രണ്ട് സൗമ്യ കൊണ്ടു തന്ന മെഷീനാണ്. ഇതിന് എന്തോ ഒരു പേര് അവൾ പറഞ്ഞായിരുന്നു. ആ സാധനം BP ചെക്ക് ചെയ്യുന്ന സാധനം. ഒരു 2 മണിയായിട്ടും വലിയ വിശപ്പൊന്നും തോന്നില്ല. പക്ഷെ എന്നാലും ഫുഡ് കഴിച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത ഫുഡ് കഴിക്കേണ്ട സമയമാകുമ്പോൾ രാത്രിയാവും. സോ ഞാൻ വേഗം പോയി വെജിറ്റബിൾ ഒന്ന് റോസ്റ്റ് ചെയ്തു. ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അതിൽ സോൾട്ട്, പെപ്പർ, ഗാർലിക് പൗഡർ, പിന്നെ ചില്ലി പൗഡർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് പാനിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഞാൻ സാധാരണ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. അപ്പം വെജിറ്റബിൾ ആയാലും ചിക്കൻ ബ്രസ്റ്റ് ആയാലും രണ്ടിലും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് പൊട്ടറ്റോ എടുത്ത് ഞാനൊന്ന് മാഷ് പൊട്ടറ്റോ പോലെ ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ സ്മൂത്തിയും മുട്ടയെ കൊടുത്തതിന് ശേഷം അച്ഛൻ ഇതുവരെ വിശന്നിട്ടില്ല. സോ ഞാൻ മാത്രമാണ് ലഞ്ച് ഇപ്പോൾ കഴിക്കുന്നത്. അച്ഛൻ ഏതായാലും കുറച്ച് ഞാൻ ബൈറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പുറത്തേക്ക് ഞാനൊരു ഗ്രേവി ഉണ്ടാക്കി. ആ ചിക്കൻ ഉണ്ടാക്കിയ പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു, പിന്നെ ഓൾ പർപ്പസ് ഫ്ലോറും കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയെടുത്തു. ഡിന്നറായിട്ട് വെറും ഫ്രൂട്ട്സ് മാത്രമാണ് ഞങ്ങൾ കഴിച്ചത്. ഇത്രയും ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ക്രേവിങ്സ് ഉണ്ടായിട്ടില്ല. എപ്പോഴും സ്നാക്ക് ചെയ്യണമെന്ന് തോന്നുന്നില്ലായിരുന്നു. അപ്പം പുതിയ വീഡിയോ കാണുന്നവരിക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.